എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ. പെരുന്നാളിൻ്റെ തലേ ദിവസം തന്നെ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെയൊക്കെ തലേന്നൊക്കെ ഉണ്ണിയപ്പോ അങ്ങനെ എന്തെങ്കിലും അപ്പങ്ങളൊക്കെ ചുടും കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഉണ്ണിയപ്പമാണ് ചുടുന്നത്. അപ്പോൾ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്കും കഴിക്കുക, നമ്മൾ വീട്ടിൽ ആരെങ്കിലും വന്ന് അവർക്കൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ പണി കഴിഞ്ഞ് ഉച്ചക്കാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ രാത്രിയായപ്പോൾ ഞാൻ നാളേക്കുള്ള ബിരിയാണിക്കുള്ള ഇഞ്ചിപ്പുളിയും അച്ചാറൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇഞ്ചിപ്പുളി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അച്ചാർ അമ്പാഴങ്ങച്ചാറാണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അമ്പാഴങ്ങച്ചാർ കുറേ ആയി കഴിച്ചിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ബാക്കി പണികളൊക്കെ നാളെ ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ സബോളയൊക്കെ തൊലി കഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ നാളേക്കൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ അങ്ങനെ കിടന്നുറങ്ങിയിട്ട് പിന്നെ രാവിലെ എണിച്ച് പത്തിരിപ്പണി തുടങ്ങിയിട്ടോ. പിന്നെ ചിക്കൻ കറിയും വെക്കുന്നുണ്ട്. അവരൊക്കെ പള്ളിയിൽ പോകണം മുമ്പേ നമുക്ക് ഇതൊക്കെ റെഡിയാക്കി കൊടുക്കാം. അവർ കഴിച്ചിട്ടാണ് പോവുക കേട്ടോ. അപ്പോൾ ചായയും വെച്ചിട്ടുണ്ട്, കറി അതിൻ്റെ ഇടയിലാവുന്നുണ്ട്. പിന്നെ എനിക്ക് വീഡിയോസൊന്നും അത്ര എടുക്കാൻ പറ്റില്ല. അവർ പള്ളിയിൽ പോകണമെന്ന് എടുക്കാൻ പറ്റില്ല, ഭയങ്കര ധൃതിയായിട്ടോ. അവർ പെട്ടെന്ന് അവർ എണിക്കാനേ കുറച്ച് നേരം വൈകി. അപ്പോൾ അതിൻ്റെ ഇതിൽ ഭയങ്കര ധൃതിയിൽ ഓടിയിട്ടോ. പിന്നെ ബീഫൊക്കെ ക്ലീൻ ചെയ്യാണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബീഫ് ബിരിയാണിക്കുള്ള മസാല കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സവോളയും തക്കാളിയൊക്കെ വഴറ്റി മസാലകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എന്ത് ഫുഡ് ഉണ്ടാക്കും കുറച്ചധികം മല്ലിച്ചപ്പൊടി, എനിക്ക് അതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് ബീഫൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മസാല ആദ്യം റെഡിയാക്കി വെച്ചു. പിന്നെ രണ്ടാമത് റൈസ് വെക്കാമെന്ന് വെച്ചു കേട്ടോ. ചായ കുടിച്ചിട്ടില്ല, ഇത് വെച്ചിട്ട് വേണേൽ ഞങ്ങൾക്ക് ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ ചോറിനുള്ള വെള്ളം വെച്ച് അങ്ങനെ ചായ കുടിച്ചാൽ അത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ അതിന് ചോറും റെഡി ആകുമല്ലോ. ഞാൻ അതിനും കൂടി ചായ കുടിക്കുകയാണ്. പത്തിരിയും ചിക്കൻ കറിയുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് പത്തിരിയും ചിക്കൻ കറിയും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓരോന്ന് പറഞ്ഞ് സംസാരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ റൈസ് വെക്കാൻ പോയിട്ടോ. വെള്ളം തിളച്ച കാരണം പെട്ടെന്ന് തന്നെ റൈസായി. നമുക്ക് അവർ പള്ളി കഴിഞ്ഞ് വരുമ്പോഴത്തിന് പണികളൊക്കെ കഴിഞ്ഞ് കുളിച്ച് അടിപൊളിയായിട്ട് ഇരിക്കണം എന്നാണ് വിചാരിച്ചിട്ടിരിക്കുന്നത്. പക്ഷെ അതൊന്നും നടക്കില്ല. ഓരോ തട്ടിമുട്ടി ഇങ്ങനെ ഓരോന്ന് ഇരിക്കൂട്ടെ ഞങ്ങൾ. അപ്പോൾ ചോറൊക്കെ ആയി ദമ്മിടുക. ഞാൻ ഇങ്ങനെയാണ് ദമ്മിടുക. ഇങ്ങനെ ദമ്മിട്ട് വെച്ചാൽ കുറച്ച് കഴിഞ്ഞ് നമ്മൾ കഴിക്കുന്ന സമയത്തിന് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഇതൊക്കെ റെഡിയാക്കി അതിന് മുകളിൽ കുറച്ച് മല്ലിച്ചപ്പും കൂടിയിട്ട് മൂടി വെച്ചു കേട്ടോ. എന്നിട്ട് ബീഫ് ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഞങ്ങൾ 1 കിലോനൊക്കെ വെച്ചുള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് മാത്രം പോരെ എന്നിട്ട് 1 കിലോനൊക്കെ വെച്ചുള്ളൂ. പിന്നെ ഇതിനക്ക് പപ്പടവും ചിക്കനും പൊരിക്കാനുണ്ട് കേട്ടോ. അതും കൂടി ഒളിഞ്ഞ് ലാസ്റ്റായിട്ടുള്ളൊരു പണി, അതും കൂടി കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ ചിക്കൻ പൊരിച്ചും കൊണ്ടിരിക്കുകയാണ്. നേഹമോളൊന്നും എണിച്ചിട്ടില്ല. എണിക്കാൻ കുറേ അതിന് ശ്രമിക്കുന്നുണ്ട്. അവൾ ഇന്ന് ഭയങ്കര നേരം വൈകിട്ടാണ് എണിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചായിട്ട് മോള് നേരം വൈകിയാണ് കിടക്കുന്നത്. അത് കാരണം എണിക്കാനും കുറച്ച് നേരം വഴക്കുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ അവളെ എണിപ്പിച്ച് കുളിപ്പിക്കാനുള്ള ഇതിലാണ്. അത് കാരണം തന്നെയാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഓരോന്ന് പൊരിച്ചെടുക്കുകയാണ് ഞാൻ കേട്ടോ. ചിക്കനൊക്കെ നേരത്തെ മസാല കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി തന്നെ. അതുകൊണ്ട് അതിൻ്റെ പണിയൊന്നും അത്ര കൂടുതൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചിക്കനൊക്കെ പൊരിച്ചെടുത്തു. പിന്നെ കച്ചമ്പർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, തൈരൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നേമള നേരം കൊണ്ട് കുളിച്ച് റെഡിയായിട്ട് വന്നു കേട്ടോ. ഇന്നത്തെ പെരുന്നാൾ ഡ്രസ്സ് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതായിരുന്നു കേട്ടോ. കുറേ ദിവസമായി അത് ഇടണം എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. അവൾക്ക് ഇഷ്ടപ്പെട്ടെടുത്താണ്. കുറേ കാലമായി ഇങ്ങനത്തെ ഡ്രസ്സ് വേണമെന്ന് പറയുന്നത്. അവൾ ഇപ്പോഴാണ് കിട്ടിയത് കേട്ടോ. അവൾ ഡ്രസ്സൊക്കെ മാറ്റി ഒരുങ്ങി ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കാനുള്ള നൃത്തങ്ങളാണ് ഇതൊക്കെ. ഞാൻ ബിരിയാണീൻ്റെ ഇടയിൽ പോയി നോക്കുമ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി ഫുഡ് കഴിക്കുമ്പോൾ എടുക്കാമെന്ന് വെച്ചു. കച്ചമ്പറും അതുപോലെ തന്നെ പൈനാപ്പിളും ചിക്കനും ഒക്കെ ഞാൻ മേശൻ്റെ മുകളിൽ വെച്ചിട്ട് അങ്ങനെ കുളിക്കാൻ പോയിട്ടോ. അതിൻ്റെ ഇടയിൽ നേഹമോൾ ഒരുങ്ങിയപ്പോൾ ചേലക്കരക്കൊന്ന് അത്താനായിട്ട് പോയിട്ടോ. അപ്പോൾ അവർ കറങ്ങി വരുന്ന സമയം കൊണ്ട് കുളിച്ച് റെഡിയായിട്ടിരിക്കാമെന്ന് വെച്ചു. പിന്നെ സബിയും ഞാനൊക്കെ കുളിച്ച് റെഡിയായിട്ട് വന്നു. കുറച്ച് നേരമൊക്കെ മിണ്ടിയിട്ടിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ മിണ്ടിയിട്ടിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ആജിനെയും സദാമും നേഹയും കൂടി ഒന്ന് പുറത്ത് പോയി കറങ്ങാനും പിന്നെ താത്താരെ വീട്ടിലേക്കൊക്കെ ഒന്ന് പോയിട്ടോ. ഇതായിരുന്നു അവരെ പെരുന്നാൾ കോസ്റ്റ്യൂം. അപ്പോൾ അവരങ്ങനെ പോയി. നേഹമോളിപ്പോൾ ടാറ്റ തരുന്നുണ്ട്. നേരത്തെ ടാറ്റ തരാൻ പറഞ്ഞപ്പോൾ അവൾ തരില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരങ്ങനെ പോയി. പിന്നെ ഞാനും മോളും സബിയായിട്ടൊക്കെ വർത്താനം പറഞ്ഞപ്പോൾ പിന്നെ പയ്യൂട്ടനും എൻ്റെ മോനും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനായിട്ട് ഓരോന്നും വേണ്ടിയിട്ടിരുന്നു. അവൻ ഫോണിൽ ഭയങ്കര കളിയിലാണ് കേട്ടോ. പിന്നെ രഹന, ലൈല എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ സംസാരിച്ചിരുന്നു. ഉണ്ണിയപ്പം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വലിയ താത്താൻ്റെ വീട്ടിലേക്ക് പോകും കേട്ടോ. അതൊക്കെ കുറച്ച് ബാക്കിലേക്കാണ്. അപ്പോൾ അങ്ങോട്ട് എല്ലാവരും കൂടി നടന്നു പോകും. ഞാൻ അവിടെയും കുറച്ച് നേരം മിണ്ടിയിട്ടിരിക്കും. കുട്ടികളൊക്കെ നല്ല ഫോണിൻ്റെ കളിയിലാണ്ട്. ഫേവറിറ്റേനും ഉണ്ണിയപ്പം കഴിക്കണ തിരക്കിലാണ്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മിണ്ടിക്കഴിഞ്ഞു അങ്ങനെ മിണ്ടിങ്ങോടെ ഇരിക്കും. ഫുഡ് കഴിക്കണം എന്നൊന്നും എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ. ഇത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് പോയി ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇന്നത്തെ ഫുഡ്. അപ്പോൾ ഇത്രയുള്ള പെരുന്നാൾ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോ തന്നെ വരെ ബൈ ബൈ.